കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ആൻഡ് അൽ റഹബോത്ത് എയർ കണ്ടീഷനിംഗ് കമ്പനി. നമസ്കാരം. ഇന്ന് 2024 ജൂലൈ 20 ശനിയാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. മലേഷ്യൻ രാജാവ് ഇബ്രാഹിം ഇബ്നി സുൽത്താൻ ഇസ്കന്ദറിൻ്റെ കിരീടധാരണ ചടങ്ങിൽ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം മലേഷ്യയിലെത്തിയ അദ്ദേഹം മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ചും കൂടിക്കാഴ്ചയിൽ ഇരുവരും ചർച്ച ചെയ്തു. ബഹ്റൈനിൽ 25ഓളം തൊഴിൽ മേഖലകളിൽ വിദേശ തൊഴിലാളികളുടെ തൊഴിൽ വൈദഗ്ധ്യം പരിശോധിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താൻ നീക്കം ആരംഭിച്ചു. ഇത് സംബന്ധിച്ചുള്ള കരട് ഉടനെ ക്യാബിനറ്റിന്റെ പരിഗണനയ്ക്ക് വരുമെന്ന് തൊഴിൽ മന്ത്രി ജമീൽ ഹുമൈദാൻ അറിയിച്ചു. ലൈസൻസും സ്കിൽ അസസ്മെന്റ് ടെസ്റ്റിലെ പാസിംഗ് സ്കോറും ഇല്ലാതെ ചില തൊഴിലുകളിൽ ഏർപ്പെടാൻ സാധിക്കില്ല എന്ന വ്യവസ്ഥ ചെയ്യുന്നതാണ് പുതിയ കരട് നിയമം. തൊഴിൽ മന്ത്രാലയം, തംകീൻ ലേബർ ഫണ്ട്, ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി, ബഹ്റൈൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്നിവയടങ്ങുന്ന സംയുക്ത ടീമാണ് കരട് നിയമം തയ്യാറാക്കിയത്. തൊഴിൽ നൈപുണ്യം വിലയിരുത്തലിൽ പരാജയപ്പെടുന്ന വിദേശ തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് റദ്ദാക്കുന്നതുൾപ്പെടെ കരടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെൽഡർമാർ, ഇൻസുലേഷൻ ഇൻസ്റ്റാളേഴ്സ്, ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസർമാർ എന്നിവരുൾപ്പെടെ 25 പ്രായോഗിക പ്രൊഫഷണലുകൾക്ക് വേണ്ട മാനദണ്ഡങ്ങളും പ്രൊഫഷണൽ ആവശ്യകതകളും സംയുക്ത സമിതി നിശ്ചയിച്ചിട്ടുണ്ട്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ, പാരമ്പര്യത്തിന്റെ വിശ്വാസം. ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. ബഹ്റൈനിലെ പ്രവാസി ഗൈഡൻസ് ഫോറം സ്പീക്കേഴ്സ് ക്ലബിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് സംവാദ സദസ്സ് സംഘടിപ്പിച്ചു. പാശ്ചാത്യ ലോകത്തേക്കുള്ള മലയാളി യുവാക്കളുടെ ചേക്കേറൽ ആരോഗ്യകരമോ, ലിവിംഗ് ടുഗദർ ആശയം കേരളീയ സമൂഹത്തിനിടയിൽ പ്രാവർത്തികമോ എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി 4 ടീമുകളാണ് പരസ്പരം സംവദിച്ചത്. ഷൈജു മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള PGF സ്പീക്കേഴ്സ് ക്ലബ് C ടീമും ഫാസിൽ താമരശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള PGF A ടീമും സംവാദത്തിൽ വിജയികളായി തിരഞ്ഞെടുക്കപ്പെട്ടു. SNCS, KSCA ടീമുകളായിരുന്നു എതിരാളികൾ. PGF ചെയർമാൻ ഡോക്ടർ ജോൺ പനക്കൽ, പ്രസിഡന്റ് ലത്തീഫ് കോലിക്കൽ എന്നിവർ ആശംസകൾ നേർന്ന പരിപാടിയിൽ പ്രദീപ് ഉറവങ്കരയായിരുന്നു അവതാരകൻ. PGF സ്പീക്കേഴ്സ് ക്ലബ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. വിശ്വനാഥൻ ഭാസ്കരൻ, കിലർ വലിയകത്ത്, ബിനു ബിജു എന്നിവരായിരുന്നു വിധികർത്താക്കൾ. ഈ വിദ്യാർത്ഥികൾ ചെറുപ്പക്കാർ പുറത്തേക്ക് പോകുന്നത് പോലെ ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ കാരണം അതുപോലെ തന്നെ ഓരോരുത്തരും വ്യക്തിപരം ആ സർവേ പ്രകാരം 1.4% ആളുകൾ മാത്രമാണ് പുറത്തേക്കുള്ളത്. അവരെ കൊണ്ടുവന്നിരിക്കുന്ന ആ പണത്തിന്റെ ബലത്തിലാണ് കേരളത്തിന്റെ ആ ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. 30 ദിനാർ നാട്ടിലേക്ക് അയച്ച് അവിടെ 50 ദിനാറിന്റെ പണി ബംഗാളികൾക്ക് ചെയ്യിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ ഒരു ഓട ക്ലീൻ ചെയ്യാൻ പോലും പറ്റുന്ന സാഹചര്യമില്ല. അവരെ അടിച്ചോടിക്കും. നിങ്ങളെ ഓടാൻ ഈ ബഹ്റൈനിൽ സ്ഥലമൊന്നും മതിയാകൂല. അമേരിക്കൻ സൈക്കോളജിസ്റ്റ് അസോസിയേഷൻ ഉണ്ട്. 2012 അവർ അവിടെ ഒരു സർവേ നടത്തി. സർവേയിൽ പങ്കെടുത്ത 95 ലിവിംഗ് ടുഗദർ എന്ന ഈ കാഴ്ചപ്പാട് അതേപടി വിഴുങ്ങാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? മഹത്തായ കുടുംബ പശ്ചാത്തലവും പാരമ്പര്യമുള്ള പറയാതെ കുറെ നല്ല കാര്യങ്ങള് കില്ലർ ഇവിടെ പറഞ്ഞു. അതിനകത്ത് പോസിറ്റീവായിട്ട് എടുക്കണം എല്ലാ കാര്യങ്ങളും. അതാണ് ശരിക്കും സംവാദത്തിന്റെ ആ ഒരു ചട്ടക്കൂട്ടിൽ നിന്നാണ് നമ്മുടെ കില്ലർ സംസാരിച്ചത്. നമ്മുടെ രംഗത്തിൽ ഭാരതത്തിന്റെ
കേരളത്തിന്റെ ഒരു ചുടുരക്തത്തിന്റെ ആ ഒരു തുടിപ്പ് പ്രകടമായിരുന്നു എന്നത്തെ എല്ലാ പ്രകടനങ്ങളിലും. പിന്നെ നിയമങ്ങളുണ്ട്, വളരെ പെട്ടെന്ന് അത് ഓർമ്മിപ്പിക്കുകയാണ്. ഡിബേറ്റ് വിഷയം ഇവിടെയുള്ള ടീമുകൾക്ക് മുൻകൂട്ടി നൽകിയിരുന്നു. IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു. ഉമൽ ഹസൻ കിംസ് ഹാളിൽ വെച്ച് IYCC ബഹ്റൈൻ പ്രസിഡന്റ് ഷിബിൻ തോമസിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ സദസ്സിൽ ബഹ്റൈനിലെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിലെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. സോമൻ ബേബി, ഡോക്ടർ PV ചെറിയാൻ, അസ്ലം വടകര, ഗഫൂർ കയ്പമംഗലം, ലത്തീഫ് കോളിക്കൽ, രാജി ഉണ്ണികൃഷ്ണൻ, അശ്വതി മിഥുൻ, ബാബു കുഞ്ഞിരാമൻ, അജ്മൽ ചാലിൽ, ബേസിൽ നെല്ലിമറ്റം, ഫാസിൽ വട്ടോളി, ജിതിൻ പരിയാരം, നിതീഷ് ചന്ദ്രൻ, AP ഫൈസൽ, അഷ്റഫ് കാട്ടിൽപീടിക, ഫൈസൽ കണ്ടിത്താഴെ, ഇസഹാക്ക് വില്യാപ്പിള്ളി, OK കാസിം എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ആരംഭിച്ച അനുസ്മരണ സംഗമത്തിൽ IYCC ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി സ്വാഗതവും ദേശീയ ട്രഷറർ ബെൻസി ഗനിയോട് നന്ദിയും പറഞ്ഞു. ചൂടിനെ നേരിടാൻ വർഷങ്ങളുടെ സേവന പാരമ്പര്യവുമായി അൽ റഹ്ബോത്ത് എയർ കണ്ടീഷനിംഗ് കമ്പനി. വിൻഡോ AC സർവീസിംഗ് വെറും 4 ദിനാറിനും സ്പ്ലിറ്റ് AC സർവീസിംഗ് വെറും 8 ദിനാറിനും. കൂടാതെ എയർ കണ്ടീഷനിംഗ് സെയിൽസ്, AC സർവീസസ്, ഡക്ട് വർക്ക്, റെഫ്രിജറേഷൻ വർക്കുകൾ, ബിൽഡിംഗ് മെയിൻ്റനൻസ്, ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് ജോലികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനത്തോട് നൽകുന്നു അൽ റഹ്ബോത്ത് എയർ കണ്ടീഷനിംഗ് കമ്പനി. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 38024660. ബഹ്റൈനിലെ യുവകലാകാരനായ അനിരുദ്ധന്റെ രാഗങ്ങളുമായി ഒരു കൂടിച്ചേരൽ എന്ന പേരിൽ സംഗീത പരിപാടി അദ്ലിയ ബാങ്ക് സായ്ത്തായ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. മലയാളത്തിലെയും തമിഴിലെയും പ്രശസ്ത ഗാനങ്ങളാണ് അൺപ്ലഗ്ഡ് രീതിയിൽ അനിരുദ്ധൻ അവതരിപ്പിച്ചത്. ഗിത്താറിൽ ജോജിയും കീബോർഡിൽ നവനീത് കൃഷ്ണനും പക്കമേളം തീർത്തു. രശ്മി ശ്രീകാന്ത് അവതാരകയായ പരിപാടി ഇന്ത്യൻ സ്കൂൾ മുൻ ചെയർമാൻ എബ്രഹാം ജോൺ ഉദ്ഘാടനം ചെയ്തു. ബഹ്റൈൻ പ്രവാസികളായ ജയശങ്കറിന്റെയും പ്രിയ ജയശങ്കറിന്റെയും മകനായ അനിരുദ്ധൻ വില്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അവസാന വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. പ്രശസ്ത സംഗീതജ്ഞൻ വിവേക് മൂഴിക്കുളത്തിന്റെ കീഴിൽ കർണാടക സംഗീതം അഭ്യസിക്കുന്ന അനിരുദ്ധൻ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, ചിത്രരചന തുടങ്ങിയവയിലും തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. നർത്തകിയായ സഹോദരി അഞ്ജന ചെന്നൈയിൽ ജോലി ചെയ്യുകയാണ്. കലാ, സാംസ്കാരിക, സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. അൽ ഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് അൽ നഈം ചാരിറ്റബിൾ സൊസൈറ്റിയുമായി സഹകരിച്ച് ആരോഗ്യ മന്ത്രാലയത്തിന്റെ പിന്തുണയോടെ ഇമാം ഹുസൈൻ രക്തദാന ക്യാമ്പയിൻ നടത്തി. മനാമ സെൻട്രലിൽ അൽ ഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ പുതുതായി ആരംഭിച്ച 9ാമത് ശാഖയിലാണ് ക്യാമ്പയിൻ നടന്നത്. നിരവധി പേർ രക്തം ദാനം ചെയ്തു. ആരോഗ്യ മന്ത്രാലയത്തിലെ പബ്ലിക് ഹെൽത്ത് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ മജീദ് അൽ അവദി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. അൽ ഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് CEO ഡോക്ടർ ശരത് ചന്ദ്രൻ, ജാഫ്രി എൻഡോമെന്റ് ഡയറക്ടറേറ്റ് പ്രസിഡന്റ് യൂസുഫ് ബിൻ സാലി അൽ സലി, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഡെപ്യൂട്ടി CEO രാജ അൽ യൂസിഫ്, ഡെപ്യൂട്ടി ചീഫ് മെഡിക്കൽ സർവീസസ് ഓഫീസർ ഡോക്ടർ രാജ അഹമ്മദ് സാലി അൽ നുയൈമി, ഇമാം ഹുസൈൻ, ക്യാമ്പയിൻ സുപ്രീം കമ്മിറ്റി മേധാവി ഡോക്ടർ ഫാദൽ അൽ നാഷി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷികത്തിന്റെ ഭാഗമായി ICF, സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ബഹ്റൈൻ നാഷണൽ കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ പണ്ഡിത സംഗമം സംഘടിപ്പിച്ചു. ICF നാഷണൽ പ്രസിഡന്റ് KC സൈനുദ്ദീൻ സഖാഫിയുടെ അധ്യക്ഷതയിൽ മമ്മൂട്ടി മുസ്ലിയാർ വയനാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സൽമാബാദ് സുന്നി സെന്ററിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ പാരിമി മുഖ്യപ്രഭാഷണം നടത്തി. സയ്യിദ് അസ്ഹർ ബുഖാരി തങ്ങൾ, സയ്യിദ് ജുനൈദ് തങ്ങൾ, അബൂബക്കർ ലത്തീഫി, അബ്ദുൽ ഹക്കീം സഖാഫി, റഫീഖ് ലത്തീഫി, ഷാനവാസ് മദനി, ഉസ്മാൻ സഖാഫി എന്നിവർ സംബന്ധിച്ചു. SJM ജനറൽ സെക്രട്ടറി റഹീം സഖാഫി വരവൂർ സ്വാഗതവും ICF ജനറൽ സെക്രട്ടറി MC അബ്ദുൽ കരീം നന്ദിയും പറഞ്ഞു. പെന്തക്കോസ്റ്റൽ യൂത്ത് സ്പോർട്സ് കമ്മ്യൂണിറ്റി ബഹ്റൈൻ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. അൽ അഹ്ലി സ്പോർട്സ് ക്ലബ്ബിൽ വെച്ച് നടന്ന മത്സരത്തിൽ AG വാരിയേഴ്സ് വിന്നേഴ്സും COG റൈസിംഗ് സ്റ്റാർസ് ഫസ്റ്റ് റണ്ണറപ്പും IPC പെനിയൽ സെക്കൻഡ് റണ്ണറപ്പുമായി. ഫെയർ ആൻഡ് പ്ലേ അവാർഡ് IRA സൂപ്പർ 11 നേടി. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് COG റൈസിംഗ് കളിക്കാരൻ ബ്രദർ ലിനുവും മാൻ ഓഫ് ദി മാച്ചായി AG വാരിയേഴ്സ് കളിക്കാരൻ ഫ്രാൻസിസ് പോളും ബെസ്റ്റ് ബൗളർ അവാർഡ് IRA കളിക്കാരൻ ബ്രദർ ഏർണസ്റ്റും കരസ്ഥമാക്കി. വിവിധ സഭകളുടെ ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ പാസ്റ്റർ സ്റ്റാൻലി ഖത്തർ, സാം തൈമുറിയിൽ എബ്രഹാം എന്നിവർ സംസാരിച്ചു. ജസ്റ്റിൻ J മാത്യു, നോബിൾ വർഗീസ് എന്നിവർ ചേർന്ന ക്യാഷ് അവാർഡ്, ട്രോഫി, മെഡലുകൾ എന്നിവ വിതരണം ചെയ്തു. സംഘാടക സമിതി കോർഡിനേറ്റേഴ്സായ ബ്രദർ ഷൈജു നിരവേൽ, ബ്രദർ ജോബ് തോമസ്, ബ്രദർ ബിനോയ് തോമസ്, ബ്രദർ സാം തൈമുറിയിൽ എബ്രഹാം, ബ്രദർ ജേക്കബ് ജോൺ,
ബ്രദർ സാം പെരുമ്പാവൂർ എന്നിവരും പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുത്തു. പാസ്റ്റർമാരായ ബിജു ഫിലിപ്പും ജോസഫ് സാമും പ്രാർത്ഥന നിർവഹിച്ചു. ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ. മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ.